ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് നിന്ന് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ചരക്ക് കപ്പലിൽ നിന്ന് ജീവനക്കാരെ മോചിപ്പിച്ച വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. കപ്പലിൽ ഉണ്ടായിരുന്ന 15 ഇന്ത്യക്കാരുൾപ്പെടെ 21 ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു. കപ്പലിനുള്ളിലെ സുരക്ഷിത അറയിലാണ് ജീവനക്കാരിപ്പോഴുള്ളത്. മാർക്കോസ് എന്ന ഉന്നത കമാൻഡോ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാരെ രക്ഷിച്ചത്. രക്ഷാപ്രവർത്തന സമയത്ത് കപ്പലിൽ കൊള്ളക്കാർ ഉണ്ടായിരുന്നില്ലെന്നും കമാൻഡോകൾ വ്യക്തമാക്കി. കടൽ കൊള്ളക്കാർ കപ്പലിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്ന് രക്ഷപ്പെട്ട ജീവനക്കാർ പറയുന്നു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ചെന്നൈയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആയുധധാരികളായ 6 അംഗ സംഘം കപ്പലിൽ കയറിയെന്ന വിവരം പുറത്തുവന്നത്. MV ലൈല നോർഫോക്ക് എന്ന ചരക്ക് കപ്പലാണ് തട്ടിയെടുത്തത്. ഇന്ത്യൻ നാവികസേനയോട് കളിച്ചാൽ കളി ശരിക്കും അവരറിയുമെന്ന് തന്നെയാണ് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ ഇന്ത്യ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ചെന്നൈ ഇത് അവരുടെ കൃത്യമായിട്ടുള്ള ദൗത്യം നിർവഹിക്കുകയായിരുന്നു പ്രകടനത്തിലൂടെ. റാഞ്ചിയ കപ്പലിന് സമീപമെത്തിയ ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ അയച്ച് കടൽ കൊള്ളക്കാർക്ക് കപ്പൽ വിട്ടുപോകാൻ മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെയാണ് നാവികസേനയുടെ എലൈറ്റ് മറൈൻ കമാൻഡോകൾ കപ്പലിൽ പ്രവേശിച്ചിരിക്കുന്നത്. റാഞ്ചിയ കപ്പലിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും യുദ്ധക്കപ്പലിലെ സംഘം ഏത് ഓപ്പറേഷനും നടത്താനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് നിൽക്കുന്നതെന്നും സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു. ലൈബീരിയൻ പതാകയുള്ള MV ലീല നോർഫോക്ക് എന്ന ചരക്ക് കപ്പലാണ് കൊള്ളക്കാർ തട്ടിയെടുത്തിരിക്കുന്നത്. സായുധരായ 6 കൊള്ളക്കാർ എന്തിനും തയ്യാറായി ഈ 6 പേര് ചേർന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് കപ്പൽ റാഞ്ചിയത് എന്നാണ് റിപ്പോർട്ട്. ബ്രസീലിലെ പോർട്ട് ഡു അക്കോയിൽ നിന്ന് ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാനിലേക്ക് പോകുന്നതിനിടയിലാണ് സൊമാലിയയിൽ നിന്ന് 300 നോട്ടിക്കൽ മൈൽ കിഴക്ക് നിന്ന് കടൽ കൊള്ളക്കാർ MV ലീല നോർഫോക്ക് എന്ന ചരക്ക് കപ്പൽ ഹൈജാക്ക് ചെയ്യുന്നത്. കപ്പൽ റാഞ്ചി എന്ന സന്ദേശം ലഭിച്ചതേ ഉള്ളൂ. ഉടനെ തന്നെ ഇന്ത്യൻ നാവികസേന നടപടികൾ ആരംഭിച്ചു. INS ചെന്നൈയുടെ വഴി തിരിച്ചുവിടുക, അതായത് IS ചെന്നൈയെ വഴി തിരിച്ചുവിടുകയും സമുദ്ര പട്രോളിംഗ് വിമാനത്തെ നിരീക്ഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. ഇന്ത്യ പഴയ ഇന്ത്യയല്ലെന്നും ഇന്ത്യക്കെതിരെ ആരാണോ വിരൽ ചൂണ്ടുന്നത് അവരുടെ കൈവെട്ടാൻ സായുധ സന്നദ്ധരായി നിൽക്കുകയാണെന്നുമുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു സംഭവത്തിലൂടെ ലോകത്തിന് തന്നെ സമ്മാനിച്ചത്. അറബിക്കടലിൽ നിന്ന് സൊമാലിയൻ തീരത്തേക്കാണ് ഈ കപ്പൽ പോകുന്നത്. ഈ ചരക്ക് കപ്പലാണ് തട്ടിയെടുക്കുന്നത്. ലൈബീരിയൻ പതാകയാണ് ഉണ്ടായിരുന്നത്. അപ്പോ കൊള്ളക്കാർ കൃത്യമായി ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട്. കപ്പലിനകത്ത് 15 ഇന്ത്യക്കാരുണ്ടായിരുന്നല്ലോ. സംഭവത്തിൽ കൃത്യമായ രൂപത്തിൽ നിരീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. ആരാണ് അതിന് പിന്നിലെങ്കിലും കൃത്യമായും അതിന്റെ നടപടികൾ അവരനുഭവിക്കേണ്ടി വരുമെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. തട്ടിയെടുത്ത കപ്പലിനെ മറികടന്ന് വെള്ളിയാഴ്ച രാവിലെയോടെ പറന്ന വിമാനം ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കപ്പലിന്റെ നീക്കം നിരീക്ഷിക്കുന്നുമുണ്ട്. പ്രദേശത്തെ മറ്റ് ഏജൻസികളുമൊക്കെയായി ഏകോപനത്തോടെ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്നും നാവികസേന പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. പേടിച്ചു ഭയന്ന് കൊള്ളക്കാർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നൽകി സ്വന്തം രാജ്യത്തെ പ്രതിനിധികളെ, രാജ്യത്തെ പൗരന്മാരെ മോചിപ്പിക്കുമെന്നാണ് ഈ കൊള്ളക്കാർ കരുതുന്നത്. പക്ഷേ കൊള്ളക്കാർക്ക് തെറ്റിപ്പോയി. കൃത്യമായ രൂപത്തിൽ ഇന്ത്യൻ കപ്പൽ ഇടപെടുകയും മര്യാദയ്ക്ക് കപ്പൽ ഉപേക്ഷിച്ചു പോയിക്കോൾ. കണ്ടില്ലേ, നമ്മുടെ 15ഓളം ജീവനക്കാർ അതിനകത്തുണ്ടായിരിക്കെ യാതൊരു ഭയവുമില്ലാതെ പ്രഖ്യാപിക്കുകയല്ല, ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. ഒരു ഭീഷണിയായി തന്നെ കൂട്ടിക്കോ, മര്യാദയ്ക്ക് കപ്പൽ ഉപേക്ഷിച്ച് പോയിക്കോളൂ. അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് നിന്നും കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്കു കപ്പലിലെ ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാരെ രക്ഷിച്ചു. എല്ലാവരും സുരക്ഷിതരാണ്.
MV ലീല നോർഫോക്ക് എന്ന ചരക്ക് കപ്പലിൽ 15 ഇന്ത്യക്കാരാണുള്ളത്. ഇന്ത്യൻ നാവികസേന കമാൻഡോകളാണ് കപ്പലിൽ പ്രവേശിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയത്. കപ്പലിൽ കൊള്ളക്കാർ നാവികസേനയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഒഴിഞ്ഞുപോയി. വൈകിട്ട് 3:30 കമാൻഡോകൾ കപ്പലിൽ പ്രവേശിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ചെന്നൈയാണ് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടത്. റാച്ചിയ കപ്പലിന് സമീപമെത്തിയ ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ അയച്ച് കടൽ കൊള്ളക്കാർക്ക് കപ്പൽ വിട്ടുപോകാൻ മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെയാണ് നാവികസേനയുടെ എലൈറ്റ് മറൈൻ കമാൻഡോകൾ കപ്പലിൽ പ്രവേശിച്ചത്. തട്ടിയെടുത്ത കപ്പൽ ഉപേക്ഷിച്ച് പോകാൻ കടൽ കൊള്ളക്കാർക്ക് ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇവർ ഓപ്പറേഷൻ തുടങ്ങുകയും ചെയ്തു. റാച്ചിയ കപ്പലിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും യുദ്ധക്കപ്പലിലെ സംഘം ഏത് ഓപ്പറേഷനും നടത്താനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് നിൽക്കുന്നതെന്നും അതായത് ഇവർ സായുധ സംവിധാനത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഈ 6-അംഗ സംഘം മുഴുവനും ആയുധധാരികളായി കപ്പലിനകത്തേക്ക് കയറിയിട്ട് പോലും ഭയമില്ലാതെ ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ് മര്യാദയ്ക്ക് അവരെ ഉപേക്ഷിച്ച് പോയി. കൊള്ളക്കാർക്കും കള്ളന്മാർക്കും കൊലയാളികൾക്കും ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കുമൊക്കെ ഇന്ത്യ ഒരു പേടി സ്വപ്നമായി മാറുകയാണ്. ഇന്ത്യക്കെതിരെ എന്നല്ല, ഇന്ത്യ പിന്തുണയ്ക്കുന്ന രാജ്യത്തിനെതിരെയെങ്കിലും നിങ്ങൾ നിലകൊണ്ടാൽ ഭയക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യ നൽകുന്നത്. അറബിക്കടലും ഭാരതം ഭരിക്കുകയാണ്. ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്നതാണ് അറബിക്കടലിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. കൊള്ളക്കാർ തട്ടിയെടുത്ത ലൈബീരിയൻ കപ്പലിൽ ഇന്ത്യൻ നേവി കമാൻഡോ സംഘം എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നൽകുന്നത്. ലൈബീരിയൻ കപ്പലിന്റെ മുകൾ തട്ടിലെത്തിയ ഇന്ത്യൻ നാവിക കമാൻഡോ സംഘം കൊള്ളക്കാർക്ക് കപ്പൽ വിട്ടുപോകാനുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. ഇന്ത്യൻ നേവി കമാൻഡോകൾ കൊള്ളക്കാർ തട്ടിയെടുത്ത ലൈബീരിയൻ കപ്പൽ കയറി ലോകത്തെ അമ്പരിപ്പിച്ച വൻ നേട്ടം. ഇന്ത്യയുടെ നാവിക ശക്തി എത്രത്തോളം വലുതാണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത നിമിഷങ്ങളാണിത്. ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഇന്ത്യൻ നാവികസേന നടത്തിയിരിക്കുന്നത്. മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് അറബിക്കടലിൽ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെ 3 കൂറ്റൻ പടക്കപ്പലുകളാണ് അറബിക്കടലിൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കി കാവലോടെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു രാജ്യത്തിന്റെ കപ്പൽ, ആ കപ്പലിന് ഒരു അപകടം സംഭവിച്ചപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പടക്കപ്പലുകൾ ഓടിയെത്തി അവിടെ സംരക്ഷണം ഒരുക്കുന്നു. ചെങ്കടലിൽ മാത്രമല്ല, കരയിലും തുരങ്കത്തിനകത്തും വ്യോമമാർഗത്തിലും എവിടെ ഏത് രാജ്യം അപകടത്തിൽപ്പെട്ടാലും ശരി, അവരെ സഹായിക്കാൻ സഹായഹസ്തവുമായി ആദ്യം ഓടിയെത്തുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. തുർക്കി സിറിയ ഭൂകമ്പം വന്നു, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നമുക്കറിയാം. എവിടെയൊക്കെ ഏതൊക്കെ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ഇന്ത്യയുടെ സഹായഹസ്തം പ്രതീക്ഷയോടുകൂടി എത്തുകയാണ് അവിടെ. ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നു, അവിടെയും എത്തി ഇന്ത്യയുടെ സഹായം. പലസ്തീനിലെ ഗാസയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ ജനിച്ച മക്കയും പ്രവാചകൻ മരിച്ച മദീനയും നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ ഗാസയിലെ ജനതയ്ക്ക് സഹായവുമായി എത്തുകയാണ് ഇന്ത്യയുടെ ട്രക്ക്. കാരണം ഗാസയിലെ ജനത സാധാരണക്കാരാണ്, അവർക്ക് ജീവിക്കണം ഈ ഭൂമിയിൽ. അതുകൊണ്ട് ഏത് രൂപത്തിൽ സഹജീവികൾ, സഹരാജ്യങ്ങൾ എപ്പോഴൊക്കെ അപകടത്തിൽപ്പെടുന്നു അപ്പോഴൊക്കെ ഇന്ത്യയുടെ സഹായം എത്തുന്നതിൽ ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. പ്രവർത്തനം നടത്തുന്നു. ഇന്നലെ മുതൽ ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററുകൾ ഈ കപ്പലിനെ നങ്കൂരമിട്ട് പറഞ്ഞിരുന്നു. ആ കപ്പലിൽ നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് പടക്കപ്പൽ, യുദ്ധക്കപ്പൽ ഈ തട്ടിയെടുക്കപ്പെട്ട കപ്പലിന് സമീപത്തേക്ക് എത്തുന്നത്. ഇതിലെ ജീവനക്കാർ സുരക്ഷിതരാണോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. 2ാം നിലയിലേക്ക് ഇന്ത്യൻ നാവിക കമാൻഡോ സംഘം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കപ്പലിന് മുകളിൽ വട്ടമിട്ട് പറന്ന ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററിൽ നിന്നാണ് കമാൻഡോ സംഘം കപ്പലിലേക്ക് ഇറങ്ങിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. നാവികസേന ആസ്ഥാനത്ത് നിന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ദൗത്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കടൽക്കൊള്ളക്കാർക്ക് കൂട്ടപ്പൊരിച്ചിലായിരിക്കും. കടൽക്കൊള്ളക്കാരിൽ ചിലർ വെടിയേറ്റ് കടലിൽ വീണു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. നാവികസേനയുടെ എലൈറ്റ് മറൈൻ കമാൻഡോ സംഘമാണ് ഏറ്റവും സുപ്രധാനമായ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. വെള്ളിയാഴ്ചയാണ് സൊമാലിയൻ തീരത്തിന് സമീപം ലൈബീരിയൻ കപ്പൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടത്. 5ഓളം തീവ്രവാദികളാണ് ഈ കപ്പൽ തട്ടിയെടുത്തതെന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അപകട സിഗ്നൽ ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യയുടെ പടക്കപ്പലുകൾ കുതിച്ചെത്തുകയായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ ഈ തട്ടിയെടുക്കപ്പെട്ട ലൈബീരിയൻ കപ്പലിന് സമീപമെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടത്. ഇത് ഇന്ത്യയുടെ അഭിമാന നേട്ടമാണ്. അറബിക്കടലിൽ ഒരു കൊള്ളക്കാരനും ഇനി ജീവനോടെ ഉണ്ടാകില്ലെന്ന് ഇന്ത്യൻ നാവികസേന ഉറപ്പിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? കടലിലാണെങ്കിലും കരയിലാണെങ്കിലും വ്യോമമാർഗത്തിലാണെങ്കിലും ശരി, ഇന്ത്യ എല്ലാ മേഖലകളിലും വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്ന രാജ്യമായി മറ്റേത് രാജ്യത്തെക്കാളേറെ ആദ്യം ഇടപെടുന്ന രാജ്യമായി. ഏത് രാജ്യത്തിന് അപകടം പറ്റിയാലും
അവരെ സഹായിക്കാൻ ആദ്യം സന്നദ്ധമായി മുന്നോട്ട് വരുന്ന രാജ്യമായി ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ ഇടം പിടിക്കുകയാണ്. നന്ദി.